ഞാൻ ജനിച്ച സമയത്താണ് ഗില്ലി ഇറങ്ങി. ആ സമയത്തൊന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കൊച്ചിലോട്ട് വിജയ് ഫാനാണ് കേട്ടോ. എന്തിനു വന്നാലും എല്ലാ ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടി വരുന്നു. അങ്ങനെ അടിപൊളിയാണ് ചേട്ടാ, സൂപ്പർ. അണ്ണൻ്റെ കാണുമായിരുന്നു എല്ലാവരും. ബ്രോ പടം കണ്ടോ? കാണണം, അടിപൊളി പടം ബ്രോ. മോനെ തീപ്പടം. എല്ലാ പാട്ടെല്ലാം നമുക്ക് നല്ലപോലെ ഡാൻസ് കളിക്കാനും എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. 4K നമുക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കൊള്ളായിരുന്നു ബ്രോ, കൊള്ളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് 4Kയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണിത്. റീ റിലീസ് വേറെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അയ്യോ എൻ്റെ പൊന്നെ, അത് തിയേറ്ററിനകത്തിരുന്ന് ആ ഒരു ആൾക്കാരുടെ ഇടയിലിരുന്ന് പാട്ടും ബഹളവും ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ പടം. ഗില്ലി വിജയ് എന്നൊരു പുതിയൊരു പടം ഒരു പയ്യൻ വന്നിട്ടുണ്ട്. വൻ പൊളിയാണ്. ഇനി ഭാവിയിൽ വലിയ താരവും തോന്നുന്നു. ഗില്ലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളി, നല്ല കാണാം, തിരിച്ചു കാണാം, വിവാച്ചപ്പെടണം. ഓക്കെ, സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല 4K നല്ല എൻജോയ് ചെയ്യാൻ പറ്റി, നന്നായിട്ട് ചെയ്യാൻ പറ്റി. സൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു. നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷയേക്കാൾ ഒരുപാട് തിയേറ്റർ ഭയങ്കര ഒന്നും പറയാനില്ല. 20 വർഷത്തിന് ശേഷം ഒരു പടം ഇത്ര പറയാൻ പറ്റില്ല. സൂപ്പർ. ഒന്നും പറയാനില്ല, അടിപൊളി. ഒന്നും പറയാനില്ല. 20 വർഷം, എനിക്ക് 20 വർഷത്തിന് ശേഷം ഇപ്പോഴും ഒരുപോലെ ഒരു മാറ്റമില്ല സിനിമ കാണാൻ വേണ്ടി. ഞാൻ ഏകദേശം ഒരുപാട് പ്രാവശ്യം കണ്ടു, എന്നിട്ട് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഒന്നും പറയില്ല. സൂപ്പർ, അടിപൊളി. തിയേറ്ററിൽ അടിപൊളി, കലക്കായിരുന്നു എല്ലാവരും. സീറ്റിൽ ഓരോ പാട്ടിലും ആരും ഇരുന്നിട്ടില്ല. സൂപ്പർ. ഏത് ഇപ്പോഴും ലാഗൊന്നുമില്ല. അല്ല, ഫുൾ ടൈം ഇങ്ങനെ കണ്ടോണ്ടിരുന്ന സെറ്റായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ്, ഒരു ഫെസ്റ്റിവൽ പോലെ, ഒരു ഫസ്റ്റ് ഡേ ഷോ പോലെ നല്ല അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. അപ്പം അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളെ ആ സമയത്ത് സ്കൂളിലായിരുന്നു. ഇപ്പം കിട്ടി, അടിപൊളി വിഷയം. ചേട്ടാ, ഞങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗില്ലി ആക്ച്വലി റിലീസാവുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ് ആയി. 100% ഹാപ്പിയിലാണ് ഞങ്ങൾ. അടിപൊളിയാണ്, അടിപൊളിയാണ്. നൈസായിരുന്നു, നല്ല ഓളം ഉണ്ട്. അടിപൊളി, അടിപൊളി. ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ഇവനെ കാണിക്കാൻ പറ്റി. സൂപ്പർ, വേറെ ലെവൽ. അടിപൊളി സിനിമ എക്സ്പീരിയൻസാ, അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഹെവി, സെക്കൻഡ് ഹാഫ് തൊട്ടാണ് കഥ ഫുള്ള് നൈസ്. ഇതൊരു ഏരീസ് ആണെന്ന് നമ്മളൊരു ഫാൻ ഷോ തിയേറ്റർ ആയിട്ട് എടുത്ത് തിയേറ്ററിനകത്ത് ഡാൻസ് ആയിരുന്നു. മീൻസ് എപ്പോഴും ഏരീസിന്റെ ഇപ്പോഴും ഈ തിയേറ്ററിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണത്, അതിൻ്റെ അകത്ത് ഇറന്ന് അലമ്പൊന്നും കാണിക്കുന്നതാണ്. പക്ഷേ ഏരീസ് പുതുക്കി പോയിട്ട് ആദ്യമായിട്ടാണ് ഇമ്മാതിരി കാണിച്ചത്. അമ്മാരി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ തന്നെ എത്ര വട്ടം ഈ പടത്തിലെ പാട്ട് കേട്ടുണ്ടായിരിക്കും. നമ്മൾ എത്ര വട്ടം ഈ പടത്തിലെ പാട്ട് ഈ ഉത്സവപ്പുറമ്പിൽ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ പാട്ട് തിയേറ്റർ ഇട്ടപ്പോൾ പയ്യന്മാർ ഗത്തായിട്ടാണ് ഇരുന്നത്. ഫുള്ള് ഡാൻസ് ആയിരുന്നു, ഓണായിരുന്നു. പയ്യൻ മുമ്പ് എങ്ങനെയാണ് അതേപോലെയാണ് ഇപ്പം ബ്രോ ഒന്ന് ആലോചിച്ചാൽ മതി. രണ്ടാമത് വീണ്ടും റിലീസാണ്. അത് എല്ലാം തിയേറ്റർ ഫുള്ളാണ്. അപ്പോഴേ അറിഞ്ഞാൽ റേറ്റ് ഒരേ വൈബ്, പൊളി, ഒരു രക്ഷയല്ല. സൂപ്പറായിരുന്നു. നമ്മളൊക്കെ ആടി തിമിർത്ത് ബിഗ് സ്ക്രീനിൽ കാണാനല്ലേ. ഓവറോൾ സൂപ്പർ. അത് ഒരിക്കൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം, എങ്കിലും സൂപ്പർ. ചേട്ടാ, വേറെ ലെവൽ. എത്ര കണ്ടാലും മടിക്കാത്ത ഒരു പടം. എത്ര വേറെ ലെവല്. അണ്ണ ഓളാണ്. നീ പടത്തിന് കാട്ടി എക്സ്പീരിയൻസ് സൂപ്പർ, വേറെ ലെവൽ ഇല്ലേ? വെറി തറ അല്ലേ? തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ്. ഫുള്ള് ഓണായിരുന്നു. ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വൈബ്. പല 7 വർഷത്തെ ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഒരു പുതിയ വിജയപടം കണ്ടിറങ്ങിയ ഫീലുണ്ട്. പൊളിച്ച്. അടിപൊളി, ഉഗ്ര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 20 കൊല്ലത്തിന് ശേഷം അന്നിറങ്ങി. അതിനേക്കാളും കുറച്ചൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. തിയേറ്ററിനകത്തൊക്കെ ഒരു ഇളക്ക് ഡാൻസും ഒക്കെ ആയിരുന്നു. ഇവൻ ടീഷർട്ടൊക്കെ ഇട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതെ, എനിക്ക് അതേപോലെ ഉണ്ടായിരുന്നു. 20 വർഷം കഴിഞ്ഞെങ്കിലും ആ ഒരു സ്പിരിറ്റ് ആൾക്കാരെല്ലാം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഫാൻസ് ഒരു വൈബായിരുന്നു അതിനകത്ത് കംപ്ലീറ്റ്. അതേ പറയുള്ളൂ. ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം ആരും പണ്ട് ഒരു പുതിയതായിട്ട് കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ഫ്രഷ് ആയിട്ടിരുന്ന് കാണുമ്പോൾ കണ്ടു. പിന്നെ ഡാൻസ്, ആ ഒരു പാട്ടുകൾക്കെല്ലാം സോങ്ങിനിടെ എല്ലാം ഡാൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ വിജയ് 6 അടി എന്ന് തന്നെ പറയാം. അത് അറിയില്ല. ഇപ്പോൾ പുള്ളി പൊളിറ്റിക്സ് എത്രത്തോളം വർക്ക് ചിലപ്പം അവിടെ എന്തെങ്കിലും പൊളിറ്റിക്സ് ശരിയല്ല ചിലപ്പോൾ തിരിച്ച് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്നാലും ഇനി അടുത്ത 2 പടം പുള്ളി ചിലപ്പോൾ എനിക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യുന്നത്. 2 പടങ്ങളും 1-2 പടം ഉണ്ടെന്ന് തോന്നുന്നു. പൊളിറ്റിക്സിൽ ഇപ്പോൾ ഇത് തന്നെ ഉണ്ടെങ്കിൽ ഫാൻസൊക്കെ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. പൊളിറ്റിക്സ് എങ്ങനെ വർക്കൗട്ട് ആണെന്നല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് വീണ്ടും വരാമല്ലോ എപ്പോഴായാലും. എന്തായാലും മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. സൂപ്പർ പടം, സൂപ്പർ. അത്ര പറയാനുള്ളൂ. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് സിനിമ, പക്ഷേ ഇപ്പോൾ കാണുമ്പോഴും അതേ ഫീൽ, ആദ്യം കണ്ട അതേ ഫീൽ. സൂപ്പർ. പിന്നെ ഡാൻസിന് ചേട്ടന്മാരെല്ലാം ഫ്രണ്ടിൽ പോയത് ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു. സൂപ്പർ പടം. തലപതി വിജയ്ക്ക് ജയ്. ബ്രോ കാരണം ജനിച്ച സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ഇതിപ്പം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയതൊരു പൊളി. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 10-20 പേര് നമ്മൾ ഒരുമിച്ച് തന്നെ നേരത്തെ ബുക്ക് കൊള്ളായിരുന്നു, പൊളിയായിരുന്നു. ആ ഒരു ഇത് തന്നെയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണ്. അപ്പോൾ അത് ഒന്നുകൂടെ കാണാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല എക്സ്പീരിയൻസ്.